ഇയ്യോബിൻ്റെ പുസ്തക പഠനം ഓരോ ദൈവപൈതലിൻ്റെയും ജീവിതത്തിൽ എല്ലാ കാലത്തും വലിയ അനുഗ്രഹമായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നാം ഒരുമിച്ചിത് പഠിക്കുമ്പോഴും വലിയ അനുഗ്രഹമാകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അനേകം സംശയങ്ങൾക്കത് പരിഹാരമാകട്ടെ. ഇന്ന് മുഖവുരയായി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം വളരെ ശ്രദ്ധേയവും വൈശിഷ്ട്യമുള്ളതുമായ ഒന്നത്രേ. പഴയ നിയമത്തെ മൊത്തത്തിൽ ന്യായപ്രമാണം, പ്രവാചകന്മാർ, സങ്കീർത്തനങ്ങൾ എന്നിങ്ങനെ മൂന്നായി വിഭജിക്കാം. ഇവയിൽ മൂന്നാമത്തെ ഘടകമായ സങ്കീർത്തനത്തിലെ ആദ്യ പുസ്തകമാണ് ഇയ്യോബ്. ഈ ഘടകത്തിലെ മറ്റ് പുസ്തകങ്ങൾ സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, വിലാപങ്ങൾ എന്നിവയാണ്. ഈ പുസ്തകങ്ങളുടെ രൂപം കൊണ്ടാണ് ഇവയെ കവിതകൾ അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അതിലെ വിഷയം സാങ്കല്പികമോ കെട്ടുകഥകളോ ആകുന്നു എന്ന അർത്ഥത്തിലല്ല. കവിതയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഇത് താളത്തിനൊത്തു വായിക്കുവാൻ പര്യാപ്തമാണെന്നും അർത്ഥമില്ല. ഒരു ആശയം പല ആവർത്തി പല വിധത്തിൽ പറഞ്ഞുള്ളതാണ് എബ്രായ കവിതകൾ. അതായത് സമാന്തരത്വം ഈ കവിതകളിലെ പ്രത്യേകതയാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ പ്രതിപാദനം പദ്യരൂപേണയാകുന്നു. എല്ലാ സംസാരങ്ങളും കവിതയായിട്ടാണ്. ഇയ്യോബിൻ്റെ എഴുത്തുകാരൻ ആരാകുന്നു എന്ന് നമുക്കറിയില്ല. മോശയാണ് ഈ പുസ്തകം എഴുതിയതെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. മറ്റ് അഭിപ്രായങ്ങൾ എസ്ര, ശലോമോൻ, ഇയ്യോബ് തന്നെ, എലീഹു എന്നിവരാണ്. ഇയ്യോബിൻ്റെ ആശ്വാസകരിൽ ശോച്യനായ ഒരാളായിട്ടാണ് എലീഹുവിനെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 32 അധ്യായത്തിൻ്റെ 16-17 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എലീഹു ആയിരിക്കും പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എന്ന് ചിന്തിക്കുന്നത്. നാം അവിടെ വായിക്കുന്നത് 32 അധ്യായത്തിൻ്റെ 16-17. അവർ ഉത്തരം പറയാതെ വെറുതെ നിൽക്കുന്നു. അവർ സംസാരിക്കായകയാൽ ഞാൻ കാത്തിരിക്കണമോ? എനിക്ക് പറവാനുള്ളത് ഞാനും പറയും, എൻ്റെ അഭിപ്രായം ഞാൻ പ്രസ്താവിക്കും. സംവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് പറഞ്ഞിട്ടേ ഇല്ല. എന്നാൽ എഴുത്തുകാരൻ തൻ്റെ ചിന്തകൾ സ്വയം പ്രകടിപ്പിക്കുകയാണ്. തുടർന്ന് സംവാദം പുനരാരംഭിക്കുന്നു. അവിടെ എലീഹു മാത്രമാണ് സംസാരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എലീഹു ആയിരിക്കുമെന്നുള്ളതിൻ്റെ സൂചന അതത്രേ. ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള മറ്റൊരു രസകരമായ കാര്യം എന്തെന്നാൽ ഇയ്യോബ് ജീവിച്ചിരുന്ന കാലം ഏതെന്ന് നമുക്കറിയില്ല. അവൻ എവിടെയാണ് ജീവിച്ചിരുന്നതെന്നും നമുക്കറിയില്ല. അവൻ ഊസ് എന്ന ദേശത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതായി എനിക്കും അറിയാം. നാം അത് വായിക്കുന്നുണ്ട്. എന്നാൽ ഈ ഊസ് ദേശം എവിടെയാണ്? സത്യസന്ധമായി പറഞ്ഞാൽ ഈ ഊസ് ദേശം എവിടെയാണെന്ന് എനിക്കറിയില്ല സുഹൃത്തെ. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്ത് നമുക്കത് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നില്ല. മറ്റ് പുസ്തകങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായുള്ള സമയവും സ്ഥലവും ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നൽകിയിട്ടുപോലുമില്ല എന്നത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു സത്യമാകുന്നു. എങ്കിലും ഊസ് ദേശം ഇത് കൃത്യമായി എവിടെയാകുന്നു എന്ന് വിശദീകരിക്കുവാൻ പലരും ശ്രമിച്ചിട്ടുള്ളത് നമുക്ക് കാണാവുന്നതാണ്. കുലപതിമാരുടെ, അതായത് അബ്രഹാം മുതലുള്ള പിതാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഇയ്യോബിൻ്റെ പുസ്തകം എഴുതപ്പെട്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇയ്യോബ് യാക്കോബിനെ അറിഞ്ഞിരിക്കുവാൻ സാധ്യതയുണ്ട്. മോശയിക ന്യായപ്രമാണത്തിൻ്റെ സൂചനകളോ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന വലിയ സംഭവങ്ങളുടെ സൂചനയോ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നില്ല എന്നത് ഈ പുസ്തകം പുറപ്പാട് പുസ്തകത്തിനും മുൻപ് എഴുതിയിട്ടുള്ളതാകുന്നു എന്ന് കാണിക്കുന്നു. ഇയ്യോബിനെ പിതാക്കന്മാരുടെ സമയത്തെ ആളായി ചിത്രീകരിക്കുന്നതിന് ഉപോത്ബലകമായിട്ടുള്ള ചില വാദങ്ങൾ ഇനിയും ഞാൻ പറയട്ടെ. ഒന്ന്, ഇയ്യോബിൻ്റെ വയസ്സിൻ്റെ ദൈർഘ്യം. ഇയ്യോബ് 42 അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അതിൻ്റെ ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. പഴയ നിയമ പിതാക്കന്മാരുടെ ജീവിതകാലം ഇയ്യോബിനെ പോലെ വളരെയേറെ ദൈർഘ്യമുള്ളതായിരുന്നു എന്ന് നമുക്കറിയാം. രണ്ടാമതായി, ഇയ്യോബ് തൻ്റെ ഭവനത്തിലെ മഹാപുരോഹിതനായി പ്രവർത്തിക്കുന്നത് നാം കാണുന്നു. ഇസ്രായേൽ മക്കളെക്കുറിച്ചോ മറ്റേതെങ്കിലും പൗരോഹിത്യത്തെക്കുറിച്ചോ യാതൊരു സൂചനയും ഈ പുസ്തകത്തിൽ ഇല്ലാത്തതിനാൽ ഈ സംഭവം ഈ പറഞ്ഞതിനൊക്കെ മുൻപ് സംഭവിച്ചതായിരിക്കാനാണ് സാധ്യത. മൂന്നാമതായി, ഏശാവിൻ്റെ മൂത്ത പുത്രൻ്റെ വംശത്തിൽ നിന്നുള്ളവനാണ് എലീഫസ്. ഉൽപ്പത്തി പുസ്തകം 36 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഉൽപ്പത്തി 36:10, ഏശാവിൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ: ഏശാവിൻ്റെ ഭാര്യയായ ആദയുടെ മകൻ എലീഫാസ്, ഏശാവിൻ്റെ ഭാര്യയായ ബാസമത്തിൻ്റെ മകൻ രയൂവേൽ. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുത എന്തെന്നാൽ ഇയ്യോബ് യാക്കോബിൻ്റെ സമകാലീനൻ ആയിരുന്നിരിക്കും എന്നത്രേ.
ഈ പുസ്തകം വളരെ ഉന്നതമായ തത്വജ്ഞാനപരമായ ഒരു രചനയാകുന്നു. ഈ പുസ്തകത്തിൽ അനേകം പ്രശ്നങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതായും മറുപടി നൽകിയിരിക്കുന്നതായും നാം കാണുന്നു. അനേകം സംശയങ്ങൾക്ക് മറുപടി ലഭിക്കുവാൻ പര്യാപ്തമായ ഒരു ഒന്നാന്തരം കവിതാ സമാഹാരം. ഒന്ന്, എന്തുകൊണ്ട് നീതിമാന്മാർ കഷ്ടപ്പെടുന്നു എന്നുള്ള വിഷയം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഉയർത്തിക്കാണിക്കുന്ന ഒരു കാര്യം ഇതത്രേ. നീതിമാന്മാർ കഷ്ടമനുഭവിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഈ പുസ്തകത്തിൽ എടുത്തു പറയുന്നു എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ ശരി. അതെ, ഈ പുസ്തകത്തിലെ പ്രഥമമായ പഠിപ്പീര് ഇതാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഒട്ടനേകം വേദപണ്ഡിതന്മാരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. 2, മനുഷ്യവർഗത്തിനെതിരെയുള്ള സാത്താൻ്റെ അപവാദങ്ങളെ ശാസിക്കുവാനാകുന്നു ഇയ്യോബ് എഴുതപ്പെട്ടത് എന്നുള്ള ചിന്ത. 3, ഇയ്യോബിനെ തനിക്കും തന്നെ വെളിപ്പെടുത്തുവാനാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത് എന്നും പറയുന്നു. ഇയ്യോബിനെ തനിക്ക് തന്നെ വെളിപ്പെടുത്തുവാനാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത്. 4, ഇയ്യോബിൻ്റെ പുസ്തകം ക്ഷമ എന്തെന്ന് പഠിപ്പിക്കുന്നു എന്ന് ഒരു കൂട്ടം പറയുന്നു. യാക്കോബ് തന്നെ തൻ്റെ ലേഖനം എഴുതിയപ്പോൾ പറയുന്നല്ലോ, 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ, യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു എന്ന്. വാസ്തവത്തിൽ ഇയ്യോബ് ക്ഷമയുള്ളവനായിരുന്നോ? ഉള്ളത് പറയണമല്ലോ. ഈ മനുഷ്യൻ എങ്ങനെയാണ് സഹിഷ്ണുതയുള്ളവനായിരുന്നു എന്ന് കാണുക പ്രയാസമാണ്. ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം അത് പരിഗണിക്കുന്നതാണ്. 5, എൻ്റെ ചിന്തയിൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ ഉദ്ദേശം അനുതാപം അഥവാ പശ്ചാത്താപം, മാനസാന്തരം എന്തെന്ന് പഠിപ്പിക്കുകയാകുന്നു എന്നത്രേ. ഞാൻ ഈ പറഞ്ഞതിനെ അതുപോലെ അംഗീകരിക്കുവാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് എന്നോട് യോജിക്കുവാൻ സാധിക്കാത്ത പക്ഷം ഈ പുസ്തകത്തിൻ്റെ ഒടുവിലെത്തുന്നത് വരെ എന്നോടൊപ്പം പഠിക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്വന്തം തീരുമാനത്തിൽ അപ്പോൾ നിങ്ങൾക്ക് എത്താവുന്നതാണ്. പശ്ചാത്താപത്തെക്കുറിച്ച് സംസാരിക്കുവാനോ എഴുതുവാനോ മനുഷ്യൻ ആഗ്രഹിക്കുമ്പോൾ അവരെല്ലാം ഇപ്പോഴും പാപത്തിൽ മുഴുകിയ സ്വഭാവത്തോടു കൂടി ആരംഭിച്ച ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് സംസാരിക്കും. ഉദാഹരണത്തിന്, യഹൂദയിലെ ഏറ്റവും മോശപ്പെട്ടവനായിരുന്ന മനശ്ശെ പോലെയുള്ള ഒരു രാജാവിനെ ചൂണ്ടിക്കാണിക്കും. പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങളിൽ നാം മനശ്ശെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അന്ത്യത്തിൽ അവൻ മനം തിരിഞ്ഞു വന്നതിനെക്കുറിച്ച് കാണുകയും ചെയ്യുന്നു. സാധാരണ അനുതാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതുപോലെ ഒന്നാണ് നാം ഉദാഹരണമായി ചിന്തിക്കാറുള്ളത്. തർസൂസുകാരനായ ശൗലിനെക്കുറിച്ച് നാം വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ശത്രുവായി അറിയപ്പെട്ടവൻ. എന്നാൽ അവൻ മനം തിരിഞ്ഞു, അനുതപിച്ചു. സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ദുർവൃത്തനായൊരു പ്രഭു ആയിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ അദ്ദേഹം മനം തിരിഞ്ഞു. ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകളെക്കുറിച്ച് നമുക്കറിയുവാൻ സാധിക്കും. ഒരു കാലത്ത് വളരെ മോശമായി ജീവിച്ച് പിന്നീട് അനുതപിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വന്നവർ. എന്നാൽ അനുതാപത്തെക്കുറിച്ച് ദൈവം പഠിപ്പിക്കുമ്പോൾ അപ്രകാരത്തിലുള്ള ഒരു മനുഷ്യനെ അല്ല അവൻ ഉദാഹരണമാക്കി സംസാരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. ദൈവത്തിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. എന്നാൽ പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്നതിലേക്കും നല്ല മനുഷ്യനെ ദൈവം ഉദാഹരണമായി തിരഞ്ഞെടുത്ത് സംസാരിക്കുന്നു. ലോകചരിത്രത്തിൽ കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞാൽ ഭൂമുഖത്ത് ജീവിച്ചിരുന്നതിലേക്ക് നല്ല മനുഷ്യനായിരുന്നിരിക്കും ഇയ്യോബ്. ദൈവം ഈ മനുഷ്യനെ ഉദാഹരണമായിട്ടെടുത്തിട്ട് ഇവിടെ പറയുകയാണ്, അവനും മനം തിരിയണം, അനുതപിക്കണം, മാനസാന്തരപ്പെടണം. ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം ഇയ്യോബിൻ്റെ വാക്കുകൾ തന്നെ കേൾക്കുന്നത് ഇപ്രകാരമായിരിക്കും. 42-ാം അധ്യായത്തിൽ, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഇന്ന് ഓരോ വിശ്വാസിക്കുമുള്ള ഒരു പാഠമാകുന്നു ഇത്. ഇത് വായിക്കുന്ന ഓരോരുത്തരെയും ഇത് പഠിപ്പിക്കേണ്ടതാകുന്നു. അതായത്, നാം എത്രമാത്രം നല്ലതാകുന്നു എന്ന് നാം ചിന്തിച്ചാൽ ദൈവം നമ്മെ കാണുന്നത് പോലെ നാം ഒന്ന് കാണുവാൻ ശ്രമിക്കുക കൂടി വേണം. നമ്മുടെ നീതി എത്ര വന്നെന്നാലും അത് കറ പുരണ്ട തുണി പോലെ മാത്രമാകുന്നു. നാം അനുതപിക്കണം, മാനസാന്തരപ്പെടണം, മനം തിരിയണം. ഇയ്യോബിൻ്റെ പുസ്തകം തത്വശാസ്ത്രപരമായി വളരെ ഉന്നതമായ ഒന്നത്രേ. അത് അങ്ങനെ അനേകരും അംഗീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ടെന്നിസൺ എന്ന പ്രശസ്ത കവി ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പുരാതന കാലത്തോ ആധുനിക കാലത്തോ രചിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ കവിത എന്നത്രേ. സ്കോട്ടിഷ് തത്വശാസ്ത്രജ്ഞനായിരുന്ന തോമസ് കരേലി
ഇയ്യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ച് പറഞ്ഞത് പേന കൊണ്ട് എഴുതിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത് എന്നത്രേ. അങ്ങനെ അനേകരും ഈ കവിതയെ വാഴ്ത്തിപ്പാടിയിട്ടുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ ഗദ്യഭാഗം ഭൂമിയെയും സ്വർഗത്തെയും വലയം ചെയ്യുന്ന വിധത്തിലുള്ള അതിമഹത്തായ ഒരു നാടകമാകുന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇതൊരു കെട്ടുകഥയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. തിരുവചനത്തിൽ ഇയ്യോബിനെ ഒരു ചരിത്ര പുരുഷനായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. യെഹെസ്കേലിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, 20-ാം വാക്യം, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. അതുമാത്രമല്ല, പൗലോസ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നും ഉദ്ധരിക്കുന്നതായി 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ചരിത്രത്തിൽ അനേകം എഴുത്തുകാർ ഇയ്യോബിൻ്റെ പുസ്തകത്തെ തങ്ങളുടെ രചനയുടെ അടിസ്ഥാനമാക്കിയിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. വളരെയേറെ ദൈവബോധമുള്ളൊരു മനുഷ്യനെയാണ് ഇയ്യോബിൻ്റെ പുസ്തകം വെളിപ്പെടുത്തുന്നത്. അതേസമയം തന്നിൽ തന്നെ യാതൊരു തെറ്റും കാണുവാൻ കഴിയാതിരുന്ന ഒരുവൻ, തൻ്റെ സ്വന്തം നീതിയെക്കുറിച്ച് വളരെയധികം തൻ പ്രമാണിത്വമുള്ളവനും ആ മനോഭാവം തനിക്ക് ചുറ്റുമുള്ളവരോട് കാണിക്കുകയും ചെയ്തിരുന്നവൻ. ഇയ്യോബിനെക്കുറിച്ച് വളരെ നല്ലതായി ചിന്തിക്കുന്ന ആരെയും ഞാൻ ചിന്താക്കുഴപ്പത്തിലാക്കിയില്ല എന്ന് വിശ്വസിക്കട്ടെ. ആ ചിന്ത അങ്ങനെ തന്നെ നിങ്ങൾ സൂക്ഷിച്ചാലും ദൈവത്തിന് മുൻപാകെ താൻ കുഴപ്പമൊന്നുമില്ലാത്തവനാകുന്നു എന്ന് ഇയ്യോബിന് തന്നെ തോന്നി. വാസ്തവത്തിൽ ദൈവം മുൻപാകെ വന്ന് തൻ്റെ ഭാഗം വാദിച്ച് ശരിയാക്കുവാൻ പോലും ഇയ്യോബ് ആഗ്രഹിച്ചു എന്ന് നാം കാണുന്നു. ഇയ്യോബ് അത് ചെയ്തപ്പോൾ താൻ മനം തിരിയേണ്ടതുണ്ടെന്ന് അവൻ പിന്നീട് മനസ്സിലാക്കി. ഒരു വിധത്തിലും ഇത് ആധുനിക മനുഷ്യൻ്റെ ഒരു വിശദീകരണം അല്ല. മനഃശാസ്ത്ര വിദഗ്ധർ മനുഷ്യരോട് പറഞ്ഞു, അവൻ്റെ അമ്മ അവനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാഞ്ഞതിനാലാണ് അവൻ ഇപ്പോൾ ഇത് ഒക്കെ അനുഭവിക്കുന്നതെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ ഈ തലമുറയുടെ പ്രശ്നം അമ്മ അടിക്കേണ്ടത്രയും അടിച്ചില്ല എന്നതത്രേ. അമ്മയപ്പന്മാർ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അതിൽ സത്യമുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പ്രശ്നത്തിൻ്റെ ഒരു ഭാഗവും ഇതായിരിക്കും. എന്നാൽ നമുക്ക് മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. തൻ്റെ കുറവുകൾക്ക്, കഴിവില്ലായ്മകൾക്ക്, പാപങ്ങൾക്ക് ആധുനിക മനുഷ്യൻ തൻ്റെ മേൽ കുറ്റമേൽക്കുവാൻ മടിക്കുന്നു. മറ്റാരുടെയെങ്കിലും മേൽ കുറ്റം വെച്ച് കെട്ടി രക്ഷപ്പെടുവാനാണ് അവൻ ശ്രമിക്കുന്നത്. അഥവാ അവനെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അവരുടെ തലയിലായിരിക്കും അവൻ്റെ പഴിചാരൽ. തൻ്റെ തന്നെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം പോലും അവൻ അംഗീകരിക്കുകയില്ല. നമ്മുടെ സകല പാപവും വഹിച്ച ഒരുവനുണ്ട് സുഹൃത്തെ. നാം പാപികളാണെന്ന് അംഗീകരിച്ച് അവങ്കിലേക്ക് തിരിയുന്നത് വരെ സുഹൃത്തെ നാം തെറ്റായ വ്യക്തിയുടെ മേലാകുന്നു പഴിചാരുന്നത്.